ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന മെഗാ ഡ്രോൺ ഷോ ആയിരുന്നു ഈ രാത്രിയിലെ ഹൈലൈറ്റ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് 1000-ഓളം ഡ്രോണുകൾ ആകാശത്ത് ദൃശ്യവിസ്മയം സൃഷ്ടിച്ചത്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, മാവേലി അടക്കം ഡ്രോണുകളായി ആകാശത്ത് വിരിയുന്നതാണോ നമ്മൾ കണ്ടത്? സുജയ, തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഏത് ആഘോഷമായാലും അത് വർണ്ണാഭമാക്കുക എന്നുള്ളത് അതൊരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. കാലങ്ങളായിട്ട് കനകക്കുന്നിൽ തന്നെയാണ് ഓണത്തിന്റെ വാരാഘോഷ പരിപാടികളൊക്കെയും നടന്നു വന്നിരുന്നത്. പക്ഷേ ഇത്തവണ ഈ മെഗാ ഷോയായിട്ട്, ഒരു മെഗാ ഡ്രോൺ ഷോയായിട്ട് കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് അതിപ്പോൾ നടന്നത്. ആദ്യം അരമണിക്കൂർ ഇത്തരത്തിലൊരു ഷോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും 15 മിനിറ്റോളം ഒരു പ്രത്യേകമായിട്ടുള്ള ഓണത്തിന്റെ സാംസ്കാരിക തനിമയോതുന്ന അത്തരത്തിലൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായിട്ടും വള്ളംകളി, അതുപോലെ തന്നെ പുലിക്കളി, മാവേലി അടക്കമുള്ള കുറച്ച് കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഡ്രോൺ ഷോ. അത് 800 ഡ്രോണുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വർണ്ണാഭമായിട്ടുള്ള ഒരു ദൃശ്യവിസ്മയ മികവ് ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. എന്തായാലും ഇത് കാണാനായിട്ട്, നേരിട്ട് കാണാനായിട്ട് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. ഇതിപ്പോൾ ഇന്ന് മാത്രമല്ല, വരുന്ന 7-ാം തീയതി വരെ ഈ ഷോ ഇവിടെ തുടർച്ചയായിട്ട് നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാ ദിവസവും രാത്രി 8:45 തൊട്ട് 9:15 വരെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഷോ നടത്തുക. ബോട്ട് ലബ് എന്ന് പറയുന്ന സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് ടൂറിസം വകുപ്പ് ഇത്തരത്തിലൊരു സംയുക്തമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ദൃശ്യ മികവ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഡ്രോണുകൾ തീർത്ത ആ ഒരു കോമ്പിനേഷൻ, അതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ തീർന്നിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കാഴ്ചകളുണ്ട്. 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. അതാ നോക്കൂ, കപ്പലിന്റെ മാതൃകയോ അതുപോലെ തന്നെ പലതരം മാതൃകകളിലാണ് വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതൊക്കെ നേരിട്ട് കാണണം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് അവിടെ നിന്നിട്ട് നേരിട്ടൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ആ കാഴ്ചകളൊക്കെ എല്ലാവരും അവിടെ എത്തിയവരൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.